ഹായ്, ഇന്ന് നമ്മളിതാ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. മിഠായികളൊക്കെ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന മിഠായി ഒഴിഞ്ഞ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ഈ ബോട്ടിൽ നമ്മളൊരു സെറാമിക് പോട്ടാക്കി മാറ്റുകയാണ്. അടിപൊളി സെറാമിക് മോഡലുള്ള ഒരു പോട്ടാക്കി മാറ്റാൻ പോവുകയാണ് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ. ആരും ഈ പ്ലാസ്റ്റിക് ബോട്ടിലാണെന്ന് ഇനി ഇതാരും പറയില്ല. അത്രയും സെറാമിക് ആയിട്ട് അടിപൊളിയായിട്ട് നമ്മൾ മാറ്റാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക്. അപ്പോൾ നമ്മളൊരു ഒഴിഞ്ഞ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ മുകൾ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു കോട്ടൺ തുണിയാണ്. ഈ കോട്ടൺ തുണി എന്ന് പറയുമ്പോൾ വളരെ നൈസായിട്ടുള്ള ഒരു കോട്ടൺ തുണിയാണ്. നമ്മൾ ഉടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഡബിൾ മുണ്ടിൻ്റെ ഒക്കെ പഴയ ഡബിൾ മുണ്ടിൻ്റെ പീസാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. വളരെ നൈസായിട്ടുള്ള ഒരു കോട്ടൺ തുണി. അപ്പോൾ അത് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ വെച്ചതിന് ശേഷം ഇതേപോലെ നമുക്ക് പൊതിയാം. അതിന് ശേഷം നമ്മൾ ഫെവിക്കോള് എടുത്തിട്ടുണ്ട്. ഫെവിക്കോളിൽ നമ്മൾ വെള്ളം ചേർത്തിട്ട്, അതായത് ഫെവിക്കോളും അതിൽ കുറച്ച് വെള്ളവും ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താണ്. അത് നമ്മൾ ഇതേപോലെ ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തുണിയുടെ മുകളിൽ നന്നായിട്ട് ബ്രഷ് ചെയ്യുമ്പോൾ നമ്മുടെ തുണി ഈ ബോട്ടിൽ നന്നായിട്ട് ഒട്ടിക്കോളും. ഫെവിക്കോൾ എടുക്കുന്നതിൻ്റെ ഇരട്ടിയാണ് നമ്മൾ ഇതിൽ വെള്ളം ചേർത്തത്. ഉൾഭാഗത്തേക്ക് വരുന്ന തുണിയുടെ ഭാഗം നമ്മൾ ഇതേപോലെ ഉൾഭാഗത്തേക്ക് മടക്കി വെച്ചതിന് ശേഷം അവിടെ അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ഫെവിക്കോൾ ഇതേപോലെ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ തന്നെ നമ്മൾ അടിഭാഗവും ചെയ്യുന്നുണ്ട്. അടിഭാഗത്തേക്ക് മടക്കി വെച്ചതിന് ശേഷം നമ്മുടെ ഫെവിക്കോൾ ഇതേപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ തുണിയൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്കി വന്ന നമ്മുടെ ഫെവിക്കോളും വെള്ളവും ചേർത്ത മിക്സ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്, പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ആ പാത്രത്തിൽ നമുക്ക് ഇനി വേണ്ടത് പുട്ടിയാണ്. പുട്ടി നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇത് 1 കിലോ 25 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ നമ്മൾ കുറച്ച് പുട്ടി 1 കിലോ വാങ്ങിയിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ കുറച്ചെടുത്തതിന് ശേഷം ഒരു 250-300 ഗ്രാം എടുത്തതിന് ശേഷം നമ്മൾ ഇത് ഇതേപോലെ നന്നായിട്ട് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ പുട്ടി നമ്മൾ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയെടുത്തു. ഇനി നമുക്ക് ഇത് ഇതേപോലെ ഒരു ചെറിയ കത്തിയോ അല്ലെങ്കിൽ ഇതേപോലെ കുമ്മായ കത്തി എന്തെങ്കിലും ഉപയോഗിച്ച്, അല്ലെങ്കിൽ പുട്ടിംഗ് ബ്ലേഡ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ തേച്ച് കൊടുക്കാം. അത് എല്ലാ ഭാഗത്തും നമുക്ക് നന്നായിട്ട് ഇതേപോലെ തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ 4 ഭാഗത്തും പുട്ടി തേച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഉൾഭാഗത്തേക്ക് കുറച്ച് താഴോട്ട്, അതായത് 1 ഇഞ്ച് താഴോട്ട് നമ്മൾ ഇതേപോലെ പുട്ടി തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കോട്ട് മുഴുവനായിട്ട് നമ്മൾ പുട്ടി തേച്ച് കഴിഞ്ഞു. അതൊരു ബ്രഷ് കൊണ്ടൊക്കെ നമ്മളൊന്ന് മിനുക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങിയതിന് ശേഷം വീണ്ടും നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം, അതായത് രണ്ടാമത്തെ ലെയർ പുട്ടി നമ്മൾ ഇതിൻ്റെ മുകളിൽ കൊടുക്കണം. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. 24 മണിക്കൂർ കഴിഞ്ഞ് ഉണങ്ങിയതിന് ശേഷം നമ്മൾ വീണ്ടും ഇതേപോലെ പുട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ തേച്ച് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കോട്ടും പുട്ടി തേച്ച് കഴിഞ്ഞു. ഇനി അത് ഉണങ്ങിയതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊരു സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് നമ്മളിതൊന്ന് മിനുക്കിയെടുക്കുന്നുണ്ട്. അധികം മിനുക്കിയെടുക്കുന്നില്ല, കുറച്ചൊരു ഹാർഡ് രൂപത്തിലാണ് നമ്മളത് ചെയ്യുന്നത്. കാരണം നമുക്കിതിൻ്റെ മുകളിൽ ഇനി ഒരു ഫ്ലവർ കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് നമ്മൾ പുട്ടി നമ്മൾ വീണ്ടും കുഴച്ചെടുക്കുന്നുണ്ട്. അത് കുറച്ച് ഫെവിക്കോൾ ചേർത്തതിന് ശേഷമാണ്, ഫെവിക്കോളിൽ വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് അത് ചേർത്തതിന് ശേഷമാണ് നമ്മൾ ഈ പുട്ടി കുഴച്ചെടുക്കുന്നത്. അത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പൊടി കുഴക്കുന്ന രൂപത്തിലാണ് നമ്മളത്
കുഴച്ചെടുക്കുന്നത്. ഇതേപോലെ ചപ്പാത്തിക്ക് അതേപോലെ പൊറാട്ടക്കൊക്കെ നമ്മൾ മാവ് കുഴച്ചെടുക്കുന്ന പരുവത്തിലാണ് നമ്മൾ ഈ പുട്ടി കുഴച്ചെടുത്തത്. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കി ഇതേപോലെ കൈവെള്ളയിൽ വെച്ച് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ ഫ്ലവറുകളൊക്കെ കൊടുക്കാം. ആദ്യം നമ്മൾ ഫ്ലവറിനുള്ള ഇതളുകളാണ് റെഡിയാക്കുന്നത്. ഒരു 5 ഇതളുള്ള ഒരു ഫ്ലവറാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് 5 ഇതളുകൾ വെക്കാം. അഞ്ച് ഇതളുകൾ വെച്ച ശേഷം നമ്മൾ ചെറുതായിട്ട് ഉരുള ഉണ്ടാക്കിയതിന് ശേഷം ആ ഇതളുകളുടെ നടുഭാഗത്ത് നമ്മൾ വെച്ച് ഇതേപോലെ ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഫ്ലവർ ആയി. ഇനി നമുക്ക് ഈ ഫ്ലവറിനൊരു നമുക്കൊരു തണ്ട്, അതായത് ഫ്ലവറിൻ്റെ ഒരു തണ്ട് നമ്മൾ ഇതേപോലെ കുട്ടി ചുരുട്ടിയെടുത്തതിന് ശേഷം ഇതേപോലെ നീളത്തെ ചുരുട്ടിയെടുത്തതിന് ശേഷം ഒരു തണ്ടും അതേപോലെ 2 ഇലയും നമ്മൾ റെഡിയാക്കി എടുക്കുന്നു. പൂവിനുള്ള ഇതളുകൾ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഇലകൾ റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇല വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇലക്ക് അതിൻ്റെ ഒരു വരകൾ, അതായത് അതിൻ്റെ ഒരു നാരുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടി നമ്മൾ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ ഫ്ലവറും അതിൻ്റെ തണ്ട് ഇലകളൊക്കെ ആയിട്ട് നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തു. ഇതേപോലെ നമ്മൾ 4 ഭാഗത്ത് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ മുമ്പ് നമ്മൾ ഫ്ലവറുകൾ വെച്ചതിന് ശേഷം അതിൻ്റെ സൈഡ് ഭാഗത്ത് നമ്മൾ ഫെവിക്കോളും വെള്ളവും ചേർത്തതാണ് ഒരേ അളവിൽ, അതായത് ഫെവിക്കോളും വെള്ളവും ഒരേ അളവിലെടുത്ത് മിക്സ് ചെയ്ത് നമ്മളൊരു അതിൻ്റെ സൈഡിലൂടെ, അതായത് നമ്മുടെ ഫ്ലവറിൻ്റെ സൈഡിലൂടെ നമ്മളൊന്ന് ഉറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അതൊരു കൂടുതൽ ബലത്തിന് വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് അതിലൊട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ നന്നായിട്ട് ഒട്ടി നിൽക്കും. അതൊരു സംശയം ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ 4 ഭാഗത്തും നമ്മൾ ഇതിന് ഫ്ലവറുകൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മുടെ ഫ്ലവറുകളൊക്കെ ഉണങ്ങിയതിന് ശേഷം ഇതിൻ്റെ, അതായത് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം 24 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഫ്ലവറുകൾ ഇല്ലാത്ത ഭാഗത്തൊക്കെ നമ്മളൊന്ന് സാൻഡ് പേപ്പർ ചെയ്ത് ക്ലീനാക്കി ഒന്ന് മിനുക്കിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അതിന് പെയിൻ്റ് അടിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഒരു കളർ പെയിൻറ്റ് അടിച്ചെടുക്കുന്നുണ്ട്. ഒരു ചുവന്ന കളറാണ് നമ്മൾ മുഴുവനായിട്ടും എല്ലാ ഭാഗത്തും നമ്മൾ ഫ്ലവറിനും അതായത് നമ്മുടെ പോട്ടിനൊക്കെ ഒരുമിച്ച് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ പെയിൻറ്റ് ഉണങ്ങിയതിന് ശേഷം നമ്മളിതിൻ്റെ ഫ്ലവർ ഇല്ലാത്ത ഭാഗത്ത് നമ്മൾ മറ്റൊരു കളർ, അത് വൈറ്റോ ഏതെങ്കിലും ഒരു ഹാഷ് കളറാണ് നമ്മൾ അടിക്കുന്നത്, ലൈറ്റ് ഹാഷ് കളർ, അതടിച്ച് അത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇതേപോലെ, അതായത് ബഡ്സ് ഉപയോഗിച്ചിട്ട് വൈറ്റിൽ ഇതിനൊരു ഇതേപോലെ ഡോട്ട്സുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ സ്ലീക്കോ വാർണിഷോ അങ്ങനെ എന്തെങ്കിലും അടിച്ചു കൊടുക്കുന്നത്. ഇത് സ്ലീക്കാണ് നമ്മൾ അടിക്കുന്നത്. അത് മുഴുവനായിട്ട്, അതായത് നമ്മുടെ ഫ്ലവറിൻ്റെ മുകളിൽ, നമ്മുടെ ബോട്ടിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തും നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്ലീക്കും ഉണങ്ങി കഴിഞ്ഞത് ഇതേപോലെ നമ്മുടെ പോട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചെടി വെക്കാം. ഇൻഡോർ പോട്ടായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ ചെടികളൊക്കെ വെക്കാം. ഇതേപോലെ ഒരു മണി പ്ലാന്റ് ആണ് നമ്മൾ ഇതിൽ വെച്ചത്. ഇതേപോലെ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ സിറാമിക് മോഡൽ ഇൻഡോർ പോട്ട് വളരെ ഈസി ആയിട്ട് വളരെ ഭംഗിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ നമ്മൾ കളയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ നമുക്ക് ഇതേപോലെ വളരെ അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ഇൻഡോർ പോട്ടാക്കി നമുക്ക് മാറ്റാം. നമുക്ക് വളരെ കുറഞ്ഞ ചിലവുള്ളൂ, ടൈമും വളരെ കുറഞ്ഞ ടൈം മതി. ഇതിപ്പോൾ നമ്മൾ 2-3 ദിവസം ആണ് പണിയെടുത്തത്. പക്ഷേ അത് ഒരു 10 മിനിറ്റ്, ഒരു ദിവസം 10 മിനിറ്റ് മാത്രം നമ്മൾ ചിലവാക്കിയാൽ, അപ്പോൾ 2-3 ദിവസം നമ്മൾ 10 മിനിറ്റ് നമുക്ക് ഒഴിവുള്ള ഒരു 10 മിനിറ്റ് മാത്രം ചിലവാക്കി ഇതേപോലെ നമുക്ക് ഒരുപാട് നല്ല ഇൻഡോർ പോട്ടുകളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയും അതേപോലെ തന്നെ നമ്മുടെ ഈ പോട്ടും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.